ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലീവ് കഴിഞ്ഞ് വരുന്നതിൻ്റെ തലേന്ന് ഒന്നിച്ച് ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോയിരുന്നു. അതിപ്പോഴും വല്ലാണ്ട് മിസ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു ആ ദിവസം. അപ്പോൾ ഞാനും അവളും അമ്മ, ചേച്ചിമാർ, ചേച്ചീൻ്റെ മക്കൾ, മാമൻ്റെ മക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പോയതായിരുന്നു. അപ്പോൾ ഞങ്ങളാദ്യം മുന്നിൽ അമ്മയും മൂത്ത ചേച്ചിയും മക്കളും എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ പോയി. ചെറിയ ചേച്ചിയും അളിയനും പിന്നെ വരാമെന്ന് പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്ക്. ഞങ്ങൾ ഇപ്പോൾ എത്തിയത് വേറെ എവിടെയല്ല, അമ്മേൻ്റെ അനിയത്തീൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അതായത് എൻ്റെ മേമേൻ്റെ വീട്ടിൽ. ഇത് താമരശ്ശേരിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഇവിടെ താമരശ്ശേരിയിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ഇതാണ് എൻ്റെ മേമേൻ്റെ മോൻ അപ്പൂസ്, എൻ്റെ സ്വന്തം ബ്രോ. പിന്നെ അത് മേമേൻ്റെ മോള് ചിന്നു, അവൾ അയർലൻഡിലാണ്. അപ്പോൾ അവളും എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം വൈഫിനെയൊന്നും കണ്ടില്ല. അവൾ ഒരു വർഷമായിട്ട് അവിടെ ഇരുന്നു. ഇപ്പോൾ കറക്റ്റ് ലീവ് കിട്ടി ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ ഒന്നിച്ച് ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് കരുതി കറക്റ്റായി ലീവ് കിട്ടിയപ്പോൾ. ഞങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു ഒരുക്കിയത്. നല്ല കാന്താരിൻ്റെ മന്തിയും പിന്നെ പോർക്ക് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവിധവും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ചെറിയ അളിയനും ചേച്ചിയും പിന്നെ അച്ഛനും കൂടെ ഇപ്പോൾ വേറെ വന്നതാണ്. അവർ ഒന്നിച്ചിപ്പോൾ പണി കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് എത്തിയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഫീലൊക്കെ വേറെ തന്നെയാണ്. ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു വേറെ സുഖം തന്നെയാണ്. പിന്നെ ഞങ്ങളിനി ഒന്ന് വയനാട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഇന്ന് എല്ലാവരും കൂടെ ഒന്ന് വൈകുന്നേരം വയനാട്ടിൽ കയറി ഒന്ന് ചുരമൊക്കെ ഒന്ന് കയറി കറങ്ങി വരാമെന്ന് കരുതി അതിനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവർക്കും അറിയാമല്ലോ, താമരശ്ശേരിയിൽ നിന്ന് അധികം ദൂരമില്ല വയനാട്ടിലേക്ക്. അപ്പോൾ താമരശ്ശേരി ചുരം കയറിയിട്ടാണ് വയനാട്ടിലേക്ക് പോവുക. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി താമരശ്ശേരി ചുരം കയറുകയാണ്. ചുരമൊക്കെ കയറി ഇങ്ങനെ മേലെ എത്തിയപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി എല്ലാവരും കൂടെ ഒന്നിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ഒന്ന് സൈഡാക്കിയതാണ്. ഞങ്ങൾ അവിടെ നിന്നും വണ്ടി എടുത്തതാ വയനാട്ടിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. ഇപ്പോഴാണ് താമരശ്ശേരി ചുരം കഴിഞ്ഞ് ഇനി വയനാട്ടിലേക്ക് കയറുന്നത്. ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു പാർക്കുണ്ട്. നിർത്തി പാർക്കിൽ കയറിയതാണ്. ഇവിടെ ഫുള്ള് നല്ലോണം എൻജോയ് ചെയ്ത് പാർക്കിൽ മക്കളാണേലും ഞങ്ങളാണേലും എല്ലാവരും അടിപൊളിയായി എൻജോയ് ചെയ്ത്. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. ഇപ്പൊ എന്താ ഉണ്ടായേ? 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പൂഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അപ്പൂസിൻ്റെയും അളിയൻ്റെയും അഭ്യാസം കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത് പെൺപടകൾ പോവാണ്. ഇതാ അവൾ ടാറ്റയൊക്കെ തന്നിട്ടാണ് പോകുന്നത്. കാവടി തുള്ളി പോവുകയാണ്. അതിൽ കയറിയാൽ അറിയാൻ ബാക്കി. അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലെണ്ണത്തിൻ്റെ അലർച്ചകളാണ് കേൾക്കുന്നത്. ഇവിടെ പാവം അമ്മയും മേമയൊക്കെ പേടിച്ചിരിക്കുകയാണ് അവരതിൽ കയറിയിട്ട്. അവർ കയറിയതിൻ്റെ ടെൻഷനിലാണ് ഇവിടെ ഉള്ളവർ. അങ്ങനെ മാക്സിമം എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ് എല്ലാവരും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് വേറെ ഒന്നുമല്ല, എനിക്കിപ്പോഴും ആ മൊമെൻറ്റ്സ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മിസ്സിങ് ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ലീവാവണം എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് ചേർന്നതിൽ. വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു. നമ്മൾ ഫാമിലി ഒന്നിച്ച് ഇങ്ങനെ ഒത്തുകൂടുമ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷമാവണം.